പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൂദാശകളിലൂടെയാണ്. അതിനാൽ കൂദാശകൾ നാം സ്വീകരിക്കുമ്പോൾ ഒരുക്കത്തോടും യോഗ്യതയോടും കൂടെ ആയിരിക്കണം. കൂദാശകളുടെ കൂദാശയായ അത്ഭുതങ്ങളുടെ അത്ഭുതമായ വിശുദ്ധ കുർബാന, അതിൽ യേശു സജീവനായി വസിക്കുന്നു. പുരോഹിതൻ്റെ കയ്യിലെ അപ്പത്തിലേക്ക് ദൈവപുത്രനായ യേശു കടന്നു വരുന്നു. നമ്മുടെ നാവിൽ അലിയുന്ന ചെറിയ അപ്പമായി, തിരുവോസ്തിയായി യേശു ജീവനോടെ കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിനാൽ യോഗ്യതയോടെ വേണം നാം യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാനായിട്ട്. എന്ത് യോഗ്യതയാണ് നമുക്ക് വേണ്ടത്? ഹൃദയവിശുദ്ധിയോടെ, പാപങ്ങൾ ഉപേക്ഷിച്ച് നിർമ്മലമായ ഹൃദയത്തോടെ വേണം തിരുവോസ്തി നാം സ്വീകരിക്കാൻ. എങ്ങനെയാണ് നമുക്ക് ഹൃദയ വിശുദ്ധി വരുത്തേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം. നല്ല കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപം ഉപേക്ഷിച്ച് നിർമ്മലമായ ഒരു ഹൃദയത്തോടെ വരുമ്പോഴാണ് നമുക്ക് ഹൃദയ വിശുദ്ധി ഉണ്ടാകുന്നത്. അപ്പോൾ മാത്രമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയും നാം നേടിയെടുക്കുന്നത്. ഇന്ന് കുമ്പസാരത്തെക്കുറിച്ച് പല സംശയങ്ങളും നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ ഉണ്ട്. എല്ലാറ്റിൻ്റെയും പരിഹാരം, അതിനുള്ള ഉത്തരങ്ങൾ ബൈബിളിൽ ഉണ്ട്. പാപമോചനം നൽകുന്നത് യേശുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-21 യേശുവിൻ്റെ ജനനത്തിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ജോസഫിനോട് പറയുന്നുണ്ട്, യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-29 യേശു തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 2-10 ഒരു തളർവാദ രോഗിയെ യേശു സുഖപ്പെടുത്തുമ്പോൾ യേശു പറയുന്നുണ്ട്, ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന്. അപ്പോൾ മനുഷ്യപുത്രൻ, അതായത് യേശുവാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:23 ഉത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ പാപമോചനത്തിനുള്ള അധികാരം യേശു ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. അതായത് ഇന്ന് പുരോഹിതരിലൂടെ സഭയിൽ ഈ പാപമോചനം നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവാണ് നമ്മുടെ പാപങ്ങൾ മോചിച്ച് തരുന്നത്. അപ്പോൾ വചനത്തിൽ നമുക്ക് ആഴപ്പെടാം. ദൈവത്തിൻ്റെ വചനങ്ങൾ, അതായത് ബൈബിളിൽ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമുണ്ട്. അപ്പോൾ വചനങ്ങളിൽ ആഴപ്പെട്ടുകൊണ്ട് കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിച്ചുകൊണ്ട് നാം കൂടുതൽ ദൈവമക്കളായി വളരാം. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.